നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മൾ ദിവസവും ടിവിയിലും പത്രങ്ങളിലുമൊക്കെ കാണുന്ന ആ രാഷ്ട്രീയ ബഹളങ്ങളും വിവാദങ്ങളും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വല്ലാത്തൊരു തലവേദനയാണല്ലേ? എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി അല്പം ആഴത്തിലുള്ള കുറച്ചുകൂടി ശാന്തമായ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അതായത് പൊളിറ്റിക്കൽ ഫിലോസഫി അഥവാ രാഷ്ട്രീയ ദർശനം. കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നാമെങ്കിലും മനുഷ്യസമൂഹം യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശാശ്വതമായ ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. വളരെ ലളിതമായി രസകരമായി നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇങ്ങനെയാണ്. 1. എന്താണ് രാഷ്ട്രീയ ദർശനം? 2. രാഷ്ട്രീയ ലോകത്തെ അടയാളപ്പെടുത്തൽ. 3. ആ ഉത്തമ ജീവിതത്തെ ഒന്ന് നിർവചിക്കാം. 4. യഥാർത്ഥത്തിൽ നമുക്കിത് എന്തിനു വേണ്ടിയാണ്? ഒടുവിൽ 5. പ്രാചീന ആശയങ്ങളും അവയുടെ ഇന്നത്തെ ആധുനിക വെല്ലുവിളികളും. അപ്പോ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ശരി, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. 1. എന്താണ് രാഷ്ട്രീയ ദർശനം? നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ പൊളിറ്റിക്സ് എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന്? പുരാതന ഗ്രീക്ക് പദമായ പോളിസ്, അതായത് നഗരരാഷ്ട്രം എന്നതിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ഇനി ഫിലോസഫി എന്നാലോ? ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ് അതിനർത്ഥം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ സംഗതി വളരെ വ്യക്തമാണ്, അല്ലേ? രാഷ്ട്രീയത്തിന്റെയും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും ദാർശനികമായ പഠനം. കേൾക്കാൻ വളരെ സിമ്പിളാണെങ്കിലും അധികാരവും നമ്മൾ ജീവിക്കുന്ന സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കിടിലൻ കാഴ്ചപ്പാടാണിത്. ഇനി ഞാൻ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ പഠനം അടിസ്ഥാനപരമായി 2 തരത്തിലുണ്ട്. ഒന്ന് വിവരണാത്മകം അഥവാ ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഇപ്പോൾ അവിടെ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തുക. എന്നാൽ രണ്ടാമത്തേതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ, പ്രമാണാത്മകം അഥവാ നോമറ്റീവ്. അതായത് ഒരു സമൂഹം യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം, അവിടെ എന്താണ് ശരി, ഏതാണ് നീതി. ചുരുക്കത്തിൽ ഉള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ അവിടെ എന്തൊക്കെ ഉണ്ടാകണം എന്ന് സ്വപ്നം കാണുന്നതാണ് രാഷ്ട്രീയ ദർശനത്തിന്റെ കാതൽ. ശരിക്കും ഇതാണ് ഇതിനെ ഇത്രയും ഗംഭീരമാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം, രാഷ്ട്രീയ ലോകത്തെ അടയാളപ്പെടുത്തൽ. ഇതൊന്ന് നോക്കൂ, എത്ര വലിയൊരു മേഖലയാണിതെന്ന് കണ്ടോ. ഒരു രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നതിൽ തുടങ്ങി അതിന്റെ സ്വഭാവം, ജനാധിപത്യം മുതൽ ഏകാധിപത്യം വരെയുള്ള വ്യത്യസ്ത സർക്കാരുകൾ, ജോൺ റോൾസിനെ പോലുള്ളവർ പറഞ്ഞ നീതിയുടെ ആശയങ്ങൾ, ജോൺ സ്റ്റുവാർട്ട് മിൽ വാദിച്ച വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ സാമ്പത്തികവും സാമൂഹികവുമായ സമത്വം, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ, ഏറ്റവും ഒടുവിൽ ഒരു പൗരൻ എന്ന നിലയിൽ സമൂഹത്തിൽ നിങ്ങൾക്കും എനിക്കുമുള്ള കടമകൾ വരെ ഇതിൽപ്പെടും. നോക്കും, ഒരൊറ്റ ലെൻസിലൂടെ നമ്മൾ കാണുന്നത് എത്ര വലിയൊരു ലോകത്തെയാണല്ലേ. ഈ മേഖല വെറുമൊരു പഴയ പുസ്തകത്തിലെ അറിവല്ല കേട്ടോ, ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ധാർമ്മികതയിലൂന്നിയുള്ളതും പഴയ പാരമ്പര്യങ്ങളെയും അന്ധമായ അധികാരങ്ങളെയും മുഖത്തു നോക്കി ചോദ്യം ചെയ്യുന്നതുമായ ഒരു തലമുണ്ടിതിന്. മനുഷ്യരുടെ പൊതുവായ പ്രശ്നങ്ങളെ അത് സാർവത്രികമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഇത് കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കുമൊപ്പം മാറുന്നു. പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാലത്തുനിന്നും തുടങ്ങി ഇന്നത്തെ ആധുനിക കാലത്തെ സ്മാർട്ട് ഫോൺ യുഗത്തിൽ വരെ ഇത് കൃത്യമായി പൊരുത്തപ്പെട്ടു മുന്നോട്ടു പോകുന്നു എന്നതാണ് സത്യം. ശരി, ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗം, ഉത്തമ ജീവിതത്തെ നിർവചിക്കൽ. ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ചിന്തകർ ഈ ഉത്തമ ജീവിതം അഥവാ ദ ഗുഡ് ലൈഫ് എന്നതിനെ എങ്ങനെ കണ്ടു എന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം നീതിയിൽ അധിഷ്ഠിതമായ ഒരു ആദർശ രാഷ്ട്രമാണത്. എന്നാൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ധാർമ്മികതയും പൗരന്മാരുടെ പങ്കാളിത്തവും വേണമെന്നാണ്. തോമസ് ഹോബ്സ് ആകട്ടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും മുൻഗണന കൊടുത്തു. ജോൺ ലോക്ക് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചു. ഇനി കാൾ മാർക്സിലേക്ക് വന്നാൽ ചൂഷണമില്ലാത്ത സാമ്പത്തിക സമത്വമുള്ള ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒടുവിൽ നമ്മുടെ മഹാത്മാഗാന്ധിയോ സത്യം, അഹിംസ, ലാളിത്യം തുടങ്ങിയ മൂല്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഒരേ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണിവയെല്ലാം എന്ന് ശരിക്കും ചിന്തിക്കേണ്ട ഒന്നാണല്ലേ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇതിലേക്ക് നമ്മെ നയിക്കുന്ന 4ാമത്തെ ഭാഗം ഇതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഇതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ വെറും പുസ്തകങ്ങളിലെ തത്വചിന്തകളല്ലേന്ന്. ഒരിക്കലുമല്ല. ഈ അദൃശ്യമായ ആശയങ്ങളാണ് നമ്മുടെ ഭൗതിക ലോകത്തെ നേരിട്ട് രൂപപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ലിബറലിസം എന്ന ആശയമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ സോഷ്യലിസം എന്ന ചിന്തയാണ് ആധുനിക ക്ഷേമരാഷ്ട്രങ്ങളുടെ അഥവാ വെൽഫെയർ സ്റ്റേറ്റ്സിന്റെ ജനനത്തിന് കാരണമായത്.
നമ്മളിന്ന് ജീവിക്കുന്ന നമ്മെ ഭരിക്കുന്ന ഭരണഘടനകളും നിയമങ്ങളുമെല്ലാം തന്നെ എന്നോ എവിടെയോ ഇതുപോലെ ഉരുത്തിരിഞ്ഞ ദാർശനിക ചിന്തകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊരു വൈകാരികമായ തലം കൂടിയുണ്ട്. ചരിത്രം ഒന്നെടുത്തു നോക്കൂ. സ്വേച്ഛാധിപത്യം, വംശീയത, കൊളോണിയലിസം, സാമ്പത്തിക ചൂഷണം ഇവയൊക്കെ ലോകത്ത് അരങ്ങു തകർത്തപ്പോൾ അതിനെതിരെ പോരാടാൻ മനുഷ്യർക്ക് ധൈര്യവും ആയുധവും നൽകിയത് ഇത്തരം രാഷ്ട്രീയ ദർശനങ്ങളാണ്. ഇന്ന് നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനം തന്നെ ഇത്തരം ദാർശനിക ചിന്തകളാണ്. അടിച്ചമർത്തലുകൾക്കെതിരെ മനുഷ്യന്റെ ഏറ്റവും വലിയ പരിചയായി ഇന്നും നിലകൊള്ളുന്നത് നമ്മളീ പറയുന്ന തത്വചിന്തകൾ തന്നെയാണ്. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. 5 പ്രാചീന ആശയങ്ങൾ, ആധുനിക വെല്ലുവിളികൾ. ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മെ ഭരിക്കാൻ ശരിക്കും ഒരു ഭരണകൂടം അഥവാ രാഷ്ട്രം അനിവാര്യമാണോ? അതോ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നുള്ള രക്ഷകൻ എന്ന പേരിൽ നമ്മൾ കൊണ്ടുവരുന്ന ഈ സമ്പൂർണ്ണ അധികാരം വെറുമൊരു ഏകാധിപത്യത്തിലേക്ക് വഴിമാറുമോ? ഒരു വശത്ത് സമൂഹത്തിന്റെ ക്രമീകരണം, മറുവശത്ത് അധികാരം. ഇവ തമ്മിലുള്ള ഈ ഒരു ബാലൻസിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ വളരെ രസകരമായ മറ്റൊരു കാര്യം, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം? ഒരു വ്യക്തിക്ക് തനിക്കിഷ്ടമുള്ളതെന്തും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ ചെന്നാണ് അവസാനിക്കേണ്ടത്? കേൾക്കുമ്പോൾ ലളിതമാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇത്തരം ദാർശനിക ചിന്തകൾക്ക് അതിയായ പ്രസക്തിയുണ്ട്. ഇവിടെയാണ് ശരിക്കും മൂല്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒരു സമൂഹത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും ഒരേ സമയം നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യണോ? അതോ കഴിവുള്ളവർക്ക് മാത്രം സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന സാമ്പത്തിക അസമത്വങ്ങൾ നിലനിൽക്കണോ? വിഭവങ്ങളുടെ വിതരണത്തെയും സാമൂഹിക നീതിയെയും കുറിച്ചുള്ള ഈ ചോദ്യം ഇന്നും ലോകമെമ്പാടും നടക്കുന്ന ഒരു വലിയ ചർച്ചാവിഷയമാണ്. ഇതൊന്നും എവിടെയോ കഴിഞ്ഞുപോയ പഴയ കാര്യങ്ങളാണെന്ന് കരുതരുത് കേട്ടോ. ഇന്ന് നമ്മൾ നേരിടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ പ്രൈവസി അഥവാ സ്വകാര്യത, കാലാവസ്ഥാ മാറ്റങ്ങളോടുള്ള നീതി, ആഗോളതലത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങളും പിന്നെ കുടിയേറ്റ പ്രശ്നങ്ങളും ഫെമിനിസവും ലിംഗസമത്വവും ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശങ്ങളും മതപരമായ സംഘർഷങ്ങളുമൊക്കെ നോക്കൂ. ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്കീ രാഷ്ട്രീയ ദർശനം എന്ന ലെൻസ് തന്നെയാണ് വേണ്ടത്. ഇന്നത്തെ ടെക്നോളജിയുടെയും സമൂഹത്തിനെയും പ്രതിസന്ധികൾക്കുള്ള ശരിയായ കോമ്പസ് ഇതുതന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വിശകലനം മുഴുവൻ കണ്ടുകഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ സമൂഹം അഥവാ ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെയായിരിക്കണം? ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ പുതിയ ദാർശനിക കാഴ്ചപ്പാടിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ഒന്നുകൂടി നോക്കുക. ഈ ചോദ്യം നിങ്ങളുടെ സ്വന്തമായ ഒരു ആദർശ ലോകത്തെ സങ്കൽപ്പിക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വിശകലനം കണ്ടതിന് ഒരുപാട് നന്ദി.